നമസ്തേ. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാംസഭക്ഷണം പാകം ചെയ്ത അതിഥി തൊഴിലാളികൾ. ഗുരുവായൂർ ദേവസ്വം വകയുള്ള പാഞ്ചജന്യം അനക്സ് പുതുക്കി പണിയുന്നതിനായി എത്തിയ അന്യസംസ്ഥാന കരാർ തൊഴിലാളികളാണ് പാഞ്ചജന്യം അനക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചിക്കൻ കറി പാകം ചെയ്ത് കഴിച്ചത്. മാംസഭക്ഷണത്തിന്റെ ഗന്ധം പരന്നതോടെ ഭക്തർ നേരിട്ടെത്തി ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് നിന്ന് സ്ഥിരമായി മാംസഭക്ഷണത്തിന്റെ ഗന്ധം ഉണ്ടാകാറുണ്ട് എന്നാണ് ഭക്തർ പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഗുരുവായൂർ ദേവസ്വം ഓഫീസിന് മുന്നിലായിട്ട് ദേവസ്വത്തിന്റെ തന്നെ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളികൾ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്ത് കഴിച്ചു എന്ന് ഭക്തർ തന്നെ നേരിട്ട് കണ്ടെത്തുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിൽ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യുന്നു എന്ന് ദേവസ്വം അധികാരികളെ ഇവിടുത്തെ ഭക്തര് തന്നെ നേരിട്ട് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ യാതൊരുവിധ നടപടിയും ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇന്നർ റോട്ടില്, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകുന്നത് പോലും വിൽപ്പനയ്ക്ക് പോലും അവിടെ വിലക്കുള്ള മേഖലയാണ്. അത് നിരോധിത മേഖലയാണ്. ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇന്നർ റോഡില് മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകുന്നത് വിലക്കിക്കൊണ്ടുള്ള ബോർഡുകളടക്കം സ്ഥാപിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തില് വലിയ ഒരു ഭക്തരുടെ വികാരത്തെ പോലും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം നേരെ കണ്ടുപിടിച്ച ഭക്തർ ദേവസ്വം അധികാരികൾ അറിയിക്കുന്നു. അവരുടെ ഭാഗത്ത് ഈ നിമിഷം വരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. മേലിൽ ഇത്തരത്തിലുള്ളത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഗുരുവായൂർ ദേവസ്വമോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കരാറുകാര്, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ തൊഴിലാളികളെ കൊണ്ടുവന്ന കരാറുകാർ ആരാണ്? അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ഇത്തരത്തില് ക്ഷേത്രത്തിന്റെ ഒരു പവിത്രത കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ട് ഇന്നേ വരെ ഈ നിമിഷം വരെ ഒരു വ്യക്തമാക്കുന്ന തരത്തിൽ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരക്കാർക്കെതിരെ എന്ത് നടപടിയെടുത്തു, ഇത് ഉണ്ടാവാതിരിക്കാൻ എന്താണ് ദേവസ്വം ചെയ്തത്, ഒരു കാര്യം ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു മൗനം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാല് അത് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമാവുകയാണ്. ഒരു കാരണവശാലും അത്തരം ഒരു പ്രവണത വെച്ചു പൊറപ്പിക്കാൻ സാധിക്കില്ല. ഭക്തർ ശക്തമായ ഭക്തജന പ്രക്ഷോഭമായി രംഗത്തിറങ്ങും. അതിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്യും. സംഭവം നേരത്തെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടും വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നും പരാതിയുണ്ട്. ക്ഷേത്ര പരിസരത്തേക്ക് കടക്കുന്ന റോഡുകളുടെ കവാടത്തിൽ പണ്ട് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. മത്സ്യമാംസാദികൾ കൊണ്ടുപോകരുത് എന്നടക്കമുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രദർശിപ്പിക്കുന്ന ബോർഡായിരുന്നു അത്. അതിപ്പോൾ കാണുന്നില്ല. ഇനിയിപ്പോൾ ബീഫ് ഫെസ്റ്റ് വേണമെങ്കിലും അവിടെ നടത്താമായിരിക്കും. അതായിരിക്കും ആ ബോർഡ് പോലും അവിടെ ഇല്ലാത്തത്. ദേവസ്വത്തിന്റെ അഴിഞ്ഞാട്ടമാണല്ലോ മൊത്തത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ആവൂല്ലോ. ദേവസ്വം ഭരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ മതേതരത്വം പൂത്തുലയേണ്ട സ്ഥലമല്ലേ. ഇതൊക്കെ അതിന്റെ ചെറിയ സാമ്പിൾ മാത്രമാകും ചിലപ്പോൾ. ഇന്ന് അവിടെ ചിക്കൻ കറി, ഇനി നാളെ ഇങ്ങനെയെങ്കിൽ എന്താകും അവിടെ? സ്പോൺസർ കരാറുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന ദേവസ്വം ബോർഡ് തൊഴിലാളി ക്ഷേമത്തിനായി ചിലപ്പോൾ ചിക്കൻ കറി നൽകിയതും ആവാം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിട്ടകൾ തൊഴിലാളികളെ അറിയിക്കുന്നതിൽ കരാറുകാരന് വീഴ്ച പറ്റിയതാണ് എങ്കിൽ ഇതുപോലെ എന്തൊക്കെ സംഭവങ്ങൾ മുമ്പും അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. സാധാരണ ഒരു ഭക്ത സമൂഹം പ്രതീക്ഷിക്കാത്ത ചില നിലപാടാണ് ഇതൊക്കെ. ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നിലപാടാണ്. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെ വലിയ കല്യാണ തിരക്കൊക്കെ വന്ന സമയത്ത്, റെക്കോർഡ് കല്യാണമൊക്കെ വന്ന സമയത്ത് അവർ ഇടപെട്ട് ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ടായി. നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. പക്ഷെ ഏറ്റവും അതോടൊപ്പം തന്നെ ജാഗ്രതയായി ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം അധികൃതർക്ക് വിട്ടുവീഴ്ച കാണിക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു ഭക്തൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഇതുപോലെ ഈ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വർഷത്തിൽ കൂടുതലായി പണി പൂർത്തിയാകാതെ ഇട്ട കെട്ടിടം
അത് ഇപ്പോൾ വളരെ ധൃതി പിടിച്ച് റിനോവേറ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് സാധാരണ ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഒരുവിധം വർക്കൊക്കെ കൊടുക്കുന്ന ടെൻഡർ പോലും ഇല്ലാതെ കൊടുക്കുന്ന ഊരാളിങ്കൽ സൊസൈറ്റി അവര് അത് കെട്ടിടം വേണ്ട രീതിയിൽ ബലപ്പെട്ട കെട്ടിടമല്ല എന്നുള്ള അഭിപ്രായത്തിൽ കരാറെടുക്കാതെ മാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം വേറൊരു കരാറുകാരനെ കൊണ്ടുവന്ന് ഈ കരാറ് ഏറ്റെടുക്കുകയും അദ്ദേഹം അതിൽ ചില പണികൾ നടത്തുകയോ ഒക്കെ ചെയ്തു. അതിന്റെ നിർമ്മിതിക്ക് വേണ്ടി എത്തിയ കരാർ തൊഴിലാളികളാണ് ഈ പ്രദേശത്ത് ആഹാരം പാചകം ചെയ്തത്. വിഷയം എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് കരാറ് കൊടുക്കുന്ന കരാറുകാരൻ്റെ ചുമതലയാണ് അവർ കൊണ്ടുവരുന്ന ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളത്. അതിന് പുറത്ത് സംവിധാനം കാണേണ്ടതിന് പകരം ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് വന്നിട്ട് താമസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. പ്രത്യേകിച്ച് ഇതൊരു സുരക്ഷാ മേഖലയാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരം എന്നുള്ളവർക്ക് ഏത് തരത്തിലെ ആൾക്കാരാണ് ഈ പ്രദേശത്ത് വന്ന് കരാർ തൊഴിലാളി എന്ന നിലയിൽ ജോലി ചെയ്ത് താമസിച്ച് വരുന്നത് എന്നറിയാത്തത് ഒരു വലിയ സുരക്ഷാ പ്രശ്നമാണ്. ഇതുകൂടി പരിഗണിച്ചിട്ട് വേണം കരാറുകാരോട് കരാറിൽ ഏർപ്പെടാൻ. കാരണം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങളും ഈ അടുത്ത കാലത്ത് വരെ ഉന്നയിക്കപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു വിഷയം വരുന്നത്. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തൊഴിലിനായിട്ട് ഉപയോഗപ്പെടുന്നത് എന്നുള്ളത് ഒരു അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഗുരുവായൂർ ക്ഷേത്ര രക്ഷാ സമിതി ഇത് സംബന്ധിച്ച് കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിനും അതുപോലെ മറ്റുന്നത അധികാരികൾക്കും പരാതി അയക്കുകയുണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഈ ക്ഷേത്ര പരിസരത്ത് ഉള്ള അപരിചിതരായ ആൾക്കാരെ കുറിച്ച് പോലീസ് വെച്ച് അന്വേഷണം നടത്തണം എന്നുള്ള നിലയിൽ പരാതി അയക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കും പരാതി അയക്കുകയുണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കോടതി എടുക്കുകയും അതിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ദേവസ്വത്തിന് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയം കേവലം ഒരു മാംസം പാചകം ചെയ്ത വിഷയമായിട്ട് ഈ സന്ദർഭത്തിൽ ഒതുക്കരുത്. ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉപയോഗപ്പെടുത്തുന്ന തൊഴിലിനായി വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള ഒരു ഡാറ്റ തയ്യാറാക്കി അതിനെ അനുസരിച്ച് അവരുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ട് വേണം ക്ഷേത്ര പരിസരത്ത് ഈ നിർമ്മാണ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ എന്നതുകൂടി ഗുരുവായൂർ ക്ഷേത്ര രക്ഷാ സമിതി സെക്രട്ടറി എന്ന നിലയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ സംഭവം നടന്നത് എന്നോർക്കണം. അല്ല, ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിനടുത്ത് എന്ന് തന്നെ പറയണം. മുമ്പ് ഇവിടെ മാംസഭക്ഷണം പാടില്ല എന്ന ബോർഡ് ഉണ്ടായിരുന്നു. മാംസഭക്ഷണ വിൽപ്പന പോലും നിരോധിച്ച മേഖലയിലാണ് ഇപ്പോൾ അത് പാചകം ചെയ്ത് കഴിച്ചിരിക്കുന്നത്. ഭക്തർ പലതവണ ഇക്കാര്യം ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും അതിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് പറയുന്നത്, ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയില്ല എങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ അവിടെ കയറി നിരങ്ങുമെന്ന്. എന്ത് കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത ഹിന്ദു നാളെ ഇനി എന്താകുമോ എന്തോ.